എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശാൽ മാർട്ടിൽ പോയപ്പോൾ ഞാനും കാക്കയും കൂടി വെച്ചൊരു ചലഞ്ച് കാണാത്തവരാണെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയോ, എന്നാലാണ് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു പീസും കൂടി തേടിയിട്ടാണ് ഇന്ന് വിശാൽ മാർട്ടിൽ പോയത്. വന്നപാടെ ഞാൻ ജെമിനിയോട് ചോദിച്ചു ഇത് സാധ്യമാവോ ഇല്ലയോ. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെറിയൊരു ചലഞ്ച് നടത്തി. 10 ഇഞ്ച് വീതിയുള്ള ഒരു കർച്ചീഫ്, 10 ഇഞ്ച് നീളം വീതിയുള്ള ഒരു കർച്ചീഫ് ഉപയോഗിച്ച് ഒരു കുഞ്ഞി കൊച്ചിന് ഉടുപ്പ് തയ്ക്കാമോ ഇല്ലയോ എന്ന്. ഞാനാണെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റും ചെയ്തു. 10 ഇഞ്ച് നീളം വീതിയുള്ള ഒരു തുണി കൊണ്ട് ഒരു കുഞ്ഞി കൊച്ചിന് ഉടുപ്പ് തയ്ക്കാൻ പറ്റുമോ? അതൊരു രസകരമായ ചലഞ്ചാണല്ലോ. 10 ഇഞ്ച് നീളവും വീതിയുമുള്ള ഒരു കർച്ചീഫ് ഉപയോഗിച്ച് ഒരു കുഞ്ഞു കൊച്ചിന് ഉടുപ്പ് തയ്ക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. കാരണം 10 ഇഞ്ച് എന്നത് വളരെ ചെറിയ അളവാണ്. ഒരുപക്ഷെ വളരെ ചെറിയ എന്തെങ്കിലും പാവപ്പുടവയോ അല്ലെങ്കിൽ ഒരു ചെറിയ ബനിയനോ ഒക്കെ ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ സാധാരണ ഒരു ഉടുപ്പ് തയ്ക്കാൻ ഇത് തീരെ പര്യാപ്തമല്ല. എന്തായാലും നിങ്ങളുടെ ചാലഞ്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇക്കാക്കാടെ അതേ ഒപ്പീനിയനാണ് ജെമിനിക്കും. ഇപ്പൊ എന്റെ ചലഞ്ച് ഇക്കാക്കാനോട് മാത്രമല്ല ജെമിനിനോടും കൂടി ആയില്ലേ. ആക്ച്വലി ഒരു സെറ്റും കൂടി ഇന്നലെ പോയി എടുത്തത് മറ്റേ സെറ്റ് സക്സസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഗിലാപ്പികളിൽ ഒരാൾക്ക് മാത്രമായി പോകില്ലേ, രണ്ടുപേർക്കും വേണമെങ്കിൽ ഒരു സെറ്റും കൂടി. എഗെയിൻ നമ്മുടെ കയ്യിൽ 3 പീസും കൂടി കിട്ടിയിട്ടുണ്ട്. 2 പീസ് നമുക്ക് ബാക്കിലും ഫ്രണ്ടിലേക്കായിട്ട് മൊത്തത്തിൽ വേണം. 3ാമത്തെ പീസ് 4 ആക്കിയിട്ട് ഈക്വലായി കട്ട് ചെയ്തതിന് ശേഷം ഈ സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ആം ഹോൾ കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ട് ആദ്യം തന്നെ ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ഈ സൈഡെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കണം. കഴുത്ത് നമുക്ക് വേറൊരു പീസ് വെച്ച് കട്ട് ചെയ്ത് തിരിച്ച് മറിച്ചടിച്ചെടുക്കണം. ആം ഹോളും അതുപോലെ തന്നെ തിരിച്ച് മറിച്ചടിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. ഇനി ഗിലാ പീസ് ഇട്ടിട്ടുള്ള ഫൈനൽ റിസൾട്ട് കണ്ടാലോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നിസ്സാര തുണിയായതുകൊണ്ട് തന്നെ അധികം ഒന്നും എക്സ്പെക്ട് ചെയ്തത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്ന് ചോദിക്കാൻ മാത്രമൊന്നുമില്ല. ജീൻസിനൊക്കെ പറ്റിയ ഒരു നോർമൽ ടോപ്പ്. ആ കർച്ചീഫ് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി വന്ന ഒരു നിസ്സാര വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ഞാൻ ബോയും തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും. ചലഞ്ചിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്ത് തരും എന്ന് ചോദിച്ചാൽ കാക്ക എന്നോട് പറഞ്ഞത് ആദ്യം നീ തയ്ക്കുക എന്നിട്ടല്ലേ എന്നാണ്. ഇനി ജയിച്ചോ ഇല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്. എല്ലാ പീസിന്റെ കാക്ക കണ്ടപ്പോഴുള്ള റിയാക്ഷൻ ഒന്ന് നോക്കിയാലോ. എങ്ങനെ ബെറ്റിൽ ഞാൻ ജയിച്ചാ കാക്ക എന്നോട് ഒരു ഔട്ട്ഫിറ്റ്. കാക്കയുടെ റിയാക്ഷൻ അങ്ങനെയായിരുന്നു. വീഡിയോ എടുക്കാനും സ്റ്റിച്ചിങ്ങിനെല്ലാം എനിക്ക് സപ്പോർട്ടാണെങ്കിലും ഇങ്ങനെ കോംപ്ലിമെന്റ് ഒക്കെ ചെയ്യണത് അപൂർവമായിട്ട്.